നിങ്ങളിപ്പോൾ നിശബ്ദതയുടെ അരികിലാണ്. ശാന്തമായി കണ്ണുകളടയ്ക്കൂ. ഒരാഴത്തിലുള്ള ശ്വാസമെടുക്കൂ. നിങ്ങളുടെ മനസ്സ് പ്രകാശം നിറഞ്ഞ ഒരു പഴയ കാലത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കട്ടെ. ഇത് വെറും യുദ്ധത്തിന്റെ കഥയല്ല. സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, ആത്മവിശ്വാസം എന്നിവയുടെ മൃദുവായ ഒരു യാത്രയാണ്. സ്വപ്നത്തിന്റെ തുടക്കം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിന്റെ തണുത്ത തീരങ്ങളിൽ നിന്ന് ചിലർ ഒരു പുതിയ ലോകത്തെക്കുറിച്ചു സ്വപ്നം കണ്ടു. അവർ ഒരു പുതിയ ജീവിതം തേടി വടക്കേ അമേരിക്കയിലേക്ക് യാത്രയൊരുക്കി. മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മേഫ്ലവർ എന്ന ചെറിയ കപ്പലിൽ ഭീതിയും പ്രതീക്ഷയും ചേർന്ന ഹൃദയങ്ങളോടെ അവർ കടലിനോടൊപ്പം നീങ്ങി. അമേരിക്കയിലെത്തി അവർ ആദ്യ കോളനികൾ സ്ഥാപിച്ചു. അവരായിരുന്നു പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാർ. അവർ എത്തിയ ഭൂമിയിൽ മുമ്പേ ജീവിച്ചിരുന്ന ജനതയെ ക്രിസ്റ്റഫർ കൊളംബസ് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യൻസ് എന്നു വിളിച്ചിരുന്നു. പിന്നീട് അവർ റെഡ് ഇന്ത്യൻസ് ആയി അറിയപ്പെട്ടു. എന്നാൽ കൂടുതൽ യൂറോപ്യന്മാർ വന്നതോടെ ഈ ജനത സാവധാനം ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. അവരുടെ ഭൂമി, അവകാശങ്ങൾ എല്ലാം കൈവിട്ടുപോയി. അങ്ങനെ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികൾ സ്ഥാപിച്ചു. ഒരു വലിയ കഥയുടെ വിത്ത് പതുക്കെ മുളച്ചു തുടങ്ങി. മെർക്കന്റിലിസം എന്ന കെട്ട്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ കോളനികളെ ഒരു സ്വർണ്ണഖനി പോലെ കണ്ടു. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യനയമാണ് മെർക്കന്റിലിസം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ കോളനിക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസസ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇതൊക്കെ കണ്ടപ്പോൾ കോളനിക്കാർ ഒന്നിച്ചു മുഷ്ടിച്ചുരുട്ടി ഒരു മുദ്രാവാക്യം മുഴക്കി. ജെയിംസ് ഓട്ടീസ് രൂപം നൽകിയ ആ മുദ്രാവാക്യം ഇതായിരുന്നു: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. തേയില പാർട്ടിയും ചിന്തകന്മാരും. നികുതിഭാരം കൂടിയപ്പോൾ കോളനി നിവാസികൾ പ്രതിഷേധിച്ചു. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടു. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരെ പോരാടാൻ ചിന്തകന്മാരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ജോൺ ലോക്ക്: മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. തോമസ് പെയിൻ: ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര അഥവാ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. പിന്നീട് ഇദ്ദേഹം എഴുതിയ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. യുദ്ധവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അവർ നികുതി ചുമത്തുന്നതിൽ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് സൈന്യത്തെ അയച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് ഇത് തയ്യാറാക്കിയത്. ഈ പ്രഖ്യാപനത്തിലെ പ്രധാന ആശയങ്ങൾ ഇതായിരുന്നു: എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. റിപ്പബ്ലിക് ജനിക്കുന്നു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിപ്ലവം പിൽക്കാല ലോകചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. 1. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. 2. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ടുവച്ചു. 3. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. 4. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകി. ഈ ധീരമായ പോരാട്ടമാണ് ലോകത്തിന് പുതിയ ചിന്തകളും ഭരണരീതികളും നൽകിയത്. ഈ കഥയിൽ നടന്ന ഓരോ പോരാട്ടവും, ഓരോ സ്വപ്നവും നിങ്ങളുടെ മനസ്സിൽ മൃദുവായി തങ്ങി നിൽക്കട്ടെ. സ്വാതന്ത്ര്യം അവരുടേതായിരുന്ന പോലെ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയും ഇന്ന് നിങ്ങളുടെ സ്വന്തമാണ്. ആഴത്തിലുള്ള ഒരു ശ്വാസമെടുക്കൂ, ശാന്തമായി പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ നിദ്രയിൽ ഒരു പ്രകാശമുള്ള സ്വപ്നം വിരിയട്ടെ. ശുഭരാത്രി.